ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് രാഷ്ട്രീയം കലർത്തുന്നതും സർക്കാരിനെ വലിച്ചിഴയ്ക്കുന്നതും ദൗർഭാഗ്യകരമാണ്. കൂടിയായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ഈ കോൺഗ്രസ് വക്താവിന് യാതൊരുവിധ അർഹതയുമില്ല. നിങ്ങളുടെ മന്ത്രിയായിരുന്നില്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് പ്രഭാവതി അമ്മയുടെ ഒരേ ഒരു മകനെ ഉരുട്ടിക്കൊന്നത്. ഇതിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. ആ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അത് ഓർക്കണം. കടുത്ത നടപടി ഉണ്ടാകും. ഈ നിലയ്ക്കിപ്പോ 2016 മുതൽ 2021 വരെയുള്ള കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2016 മുതൽ 2021 വരെ ഏതാണ്ട് 17 പേർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 11 തുടർ ഭരണത്തിൽ ഇതുവരെ എത്ര പേർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അറിയുകയും ചെയ്യാം. കാരണം ആദ്യ ഭരണകാലത്ത് ഇത്രയധികം ചീത്തപ്പേര് കേട്ടിട്ടും എന്തുകൊണ്ടാണ് സേനയെ മര്യാദയ്ക്ക് നിർത്താൻ കഴിയാത്തത്? നോക്ക്, ഇവിടെ 2 വർഷം മുമ്പുള്ള സംഭവമാണ്. ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ പോലീസിൻ്റെ മേൽ നടപടി സ്വീകരിച്ചു, അവരെ സ്ഥലം മാറ്റി, നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ പുറത്ത് വരാൻ ഉള്ള വേറെ ഉദ്ദേശം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മറയ്ക്കാനാണ് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് വന്നത്. എന്തായാലും ഈ സുജിത്തിന് സംഭവിച്ച ഈ പ്രശ്നം നമുക്കെല്ലാം വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് രാഷ്ട്രീയം കലർത്തുന്നതും സർക്കാരിനെ വലിച്ചിഴയ്ക്കുന്നതും ദൗർഭാഗ്യകരമാണ്. കാരണം ഇപ്പോൾ ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾ കസ്റ്റഡി മരണത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നോക്കുക, വളരെ കുറവാണ് കസ്റ്റഡി മരണങ്ങളൊക്കെ. ലോക്കപ്പ് മർദ്ദനമൊക്കെ വളരെ കുറവാണ്. അത് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് മനസ്സിലാവും. ഇന്ന് ആർക്കും പോലീസ് സ്റ്റേഷൻ ധൈര്യമായി കയറി ചെല്ലാം. വിസിറ്റ് റൂമിലുണ്ട്, അവിടെ ഇരുന്ന് പോലീസിനോട് എന്താണ് ആവശ്യം എന്ന് പറയും. SI കാണാം, SHO കാണാം, സർക്കിളിനെ കാണാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പിണറായി സർക്കാർ നടപ്പിലാക്കി വരികയാണ്. പിന്നെ ഇതുപോലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും. അതിൻ്റെ പോലീസിൻ്റെ കടുത്ത നടപടി സ്വീകരിക്കും. അത് യാതൊരുവിധ സംശയമില്ല, അവരുടെ നടപടി ഉണ്ടാക്കും. ഈ കസ്റ്റഡി മരണങ്ങൾ വളരെ കുറവാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഞാനതിന്റെ കണക്കാണ്, മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ച കണക്കാണ് നേരത്തെ പറഞ്ഞത്. ഇനി പോകട്ടെ, വളരെ കുറവ് എന്ന് പറയുന്നത് ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? കണക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ല, കണക്കവിടെ നിൽക്കട്ടെ, ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? പാടില്ല. ഇപ്പോൾ എൻ്റെ ഈ കോൺഗ്രസിൻ്റെ ഈ സുഹൃത്ത് ഇത് ആവശ്യമില്ലാതെ സർക്കാരിനെ വലിച്ചടച്ചു. ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചു കഴിഞ്ഞു. ഇത് പിണറായി രാജിവെക്കണം, പിണറായിയുടെ പിടിപ്പ് കേടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന സമയത്ത് ഉരുട്ടിക്കൊല ഇവിടെ നടന്നു, ഈ കേരളത്തിൽ നടന്നതാണ്. ആദ്യത്തെ സംഭവമാണെന്നും LDFിൻ്റെ കഴിവ് കേടാണെന്നും ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ഈ കോൺഗ്രസ് വക്താവിന് യാതൊരുവിധ അർഹതയുമില്ല. നിങ്ങളുടെ മന്ത്രിയായിരുന്നില്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് പ്രഭാവതി അമ്മയുടെ ഒരേ ഒരു മകനെ ഉരുട്ടിക്കൊന്നത്. ഈ ഫോർട്ട് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊല നടത്തിയത് LDF മന്ത്രിസഭ ആയിരുന്ന സമയത്തല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്, രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ആഭ്യന്തരം സമയത്താണ് പ്രഭാവതി അമ്മയുടെ ഒരേ ഒരു മകനെ ഉരുട്ടിക്കൊന്നത്. അറിയാമോ? അങ്ങനത്തെ നിങ്ങൾ LDF സർക്കാരിനെയും പിണറായിയെയും രാജിവെക്കണമെന്ന് പറയാനുള്ള യാതൊരുവിധ അർഹതയും നിങ്ങൾക്കില്ല. അതുപോലെ നിഷ കോൺഗ്രസിനോട് അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവിടെ ലോക്കപ്പ് മർദ്ദനങ്ങളോ ലോക്കപ്പ് മരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ടോ? ഉണ്ടോ? മാധു, ഞാനൊരു കാര്യം പറയാം. ഈ 9 വർഷത്തിനിടയിൽ കസ്റ്റഡി മരണങ്ങൾ എത്ര ഒന്ന് എഴുതി വെക്കണം. അല്ല, അതാണ് നിയമസഭയിൽ പറഞ്ഞത്. 2021 മന്ത്രിയായിരുന്ന സമയത്ത്. അല്ല, ഇവിടെ തട്ടിൽ വെച്ച് തൂക്കി നോക്കുന്ന പരിപാടിയല്ല പറഞ്ഞത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണ് ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞത്. അപ്പോ ഇനി അവരുടെ കാലത്ത് ഇത്രയാണ്, ഞങ്ങളുടെ കാലത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭരണത്തിൽ വന്നത് അവരുടെ കാലത്തെ മരണവും അവരുടെ കാലത്തെ പോലീസിന്റെ സ്വഭാവവും അതേപടി ആവർത്തിക്കാനല്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശവാദം. ഞാൻ ചോദിക്കട്ടെ, നമ്പർ അവിടെ നിൽക്കട്ടെ. ഒരാൾ മരിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് നിയമപരമല്ലാത്ത രീതിയിൽ മർദ്ദനമേൽക്കാൻ പാടുണ്ടോ? സുജിത്തിന് മർദ്ദനമേൽക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അത് പാടില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ആരാണ്? മാഡം, ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനകത്ത് അവരെ സ്ഥലം മാറ്റി.
അവരെ സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. ചെറിയ ശിക്ഷ എന്നുള്ള ശ്രീ വലിയ വി. എസ്. ശിക്ഷയാണ്. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനിടയ്ക്ക് അവരെ സ്ഥലം മാറ്റിയോ? 4 പേരെ ഒരു മിനിറ്റ്. മാറ്റിയിട്ടില്ല. ഈ കേസടക്കം കോടതിയിലേക്ക് പോവുകയും നടപടികൾ വരികയും ചെയ്ത സമയത്തല്ലേ ഈ സ്ഥലം മാറ്റം ഒരാഴ്ചക്കായിട്ടാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ശരി. ഒരു നടപടിക്രമങ്ങളാണല്ലോ. മിനിറ്റ്. ഈ ഇനിയും ഇതിൽ പോലീസുകാർ, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ ഇല്ലാത്ത ഇനിയും നടപടിക്ക് വിധേയരാകേണ്ട പോലീസുകാരുണ്ട് എന്നുള്ളതാണ് സുജിത്തിന് ഇപ്പോഴും പറയാനുള്ളത്. അതെ, സുജിത്തിനോട് പറയാനുള്ള, സുജിത്തിലെ രാഷ്ട്രീയം കലർത്തരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നിങ്ങൾ ഇത് രാഷ്ട്രീയം കലർത്തി സർക്കാരിന് മേൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടുകയില്ല. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും, നിങ്ങളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. സർക്കാരിന്റെ നീതി വേണ്ട, കോടതിയുടെ നീതി മതി. എന്തോ പോലീസിൽ നിന്നുള്ളൊരു നീതി നമ്മള് കിട്ടുന്ന യാതൊരു വിശ്വാസമില്ല. നമ്മള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്നുള്ളൊരു നീതി കിട്ടുന്ന വിശ്വാസം. പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ പറയുന്നത് പോലീസിൽ നിന്നൊരു നീതി കിട്ടുന്ന യാതൊരു ഉറപ്പ് എനിക്കില്ല. എനിക്ക് വിശ്വാസമുണ്ട്, നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. മനസ്സിലാവണ്ട, നിങ്ങള് നിങ്ങളുടെ സർക്കാരായിട്ടോ നിങ്ങളുടെ പാർട്ടിയായിട്ടോ യാതൊരു സഹായം നമുക്ക് വേണ്ട. നമ്മൾ കോടതിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മള് ആ രീതിയിൽ മൂവ്മെന്റ് നടത്തിക്കൊണ്ട് കേട്ടാ. സുജിത്ത്, പ്രിയപ്പെട്ട സുജിത്തെ, അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ ശിക്ഷയല്ല. ഒരു മിനിറ്റ്. അങ്ങ് തിരുവനന്തപുരത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങനെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നു, രാത്രി മുഴുവൻ ഇട്ട് മർദ്ദിക്കുന്നു, അങ്ങനെ കർണപുടം അടിച്ചു പൊട്ടിക്കുന്നു, അങ്ങേക്ക് കേൾവിക്കടക്കം പ്രശ്നം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ പോലീസുകാരൊക്കെ 24 മണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റി. നിങ്ങൾ കേസ് കൊടുക്കണമെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, കേസ് കൊടുക്കാമല്ലോ, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് പരിഹാരം, അതാണ് പരിഹാരം എന്ന് സമ്മതിച്ചു കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്, അതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. അവനവൻ അനുഭവിച്ച വേദനയ്ക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നൊരു പരിഹാരം മതിയോ? പാടില്ല. തീർച്ചയായിട്ടും ഇതിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. എപ്പോഴാണ് ഉണ്ടാകുക? പറഞ്ഞല്ലോ 2 വർഷമായല്ലോ. മന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അത് ഓർക്കണം. ഓർക്കുന്നുണ്ട് കേട്ടോ. കടുത്ത നടപടി ഉണ്ടാകും, അത് ഉറപ്പാണ്. അന്വേഷണം നടക്കും. പോലീസ് സ്റ്റേഷനിൽ കടന്ന് നീതിരഹിതമായി ഇടി കിട്ടിയപ്പോഴും ഇതൊക്കെ ഓർത്തിട്ടും ആലോചിച്ചിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു പറഞ്ഞത് നന്നായി.